കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ ന്യായീകരണവുമായി മന്ത്രി വി.എൻ. വാസവൻ. പ്രക്ഷോഭക്കാരുടെ ആവശ്യം ഷോ ഉണ്ടാക്കിയ ആളെക്കൂട്ടലാണ്. പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമാണ് അത്. ഇന്നലെ 3 തവണ ബിന്ദുവിന്റെ വീട്ടിൽ ബന്ധപ്പെട്ടു. വീട്ടിൽ ആരുമില്ലെന്ന് അറിയിച്ചുവെന്നും അതിനാലാണ് പോകാത്തതെന്നും മന്ത്രി പറഞ്ഞു. വൈകിട്ട് ബിന്ദുവിന്റെ കുടുംബത്തെ കാണും. കുടുംബത്തിനുള്ള ധനസഹായം ക്യാബിനറ്റ് തീരുമാനിക്കും. മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് 50,000 രൂപ കുടുംബത്തിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു വീഴ്ചയുണ്ടായില്ല. അവർ തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നത്. ആ സംഭവം അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി. നമുക്കെല്ലാം വേദന ഉളവാക്കുന്നതും വിഷമം ഉണ്ടാക്കുന്നതുമാണ്. അവരുടെ വേർപാടിൽ നമ്മൾ ദുഃഖവും അനുശോചനവും ഒക്കെ ഇന്നലെ തന്നെ രേഖപ്പെടുത്തി. അപ്പോൾ നിർത്തിവെക്കാൻ പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ആ സമയത്തുണ്ടാക്കിയ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ വാർത്തകളാണ്. വസ്തുതാപരമായി ഇതാണ്. ഞാൻ ഇന്നലെ തന്നെ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടുവരുമ്പോഴേക്കുള്ളൊരു പ്രശ്നം. ആ കെട്ടിടം മുമ്പ് 68 വർഷം മുമ്പ് ഉണ്ടായതാണ്. തികച്ചും അശാസ്ത്രീയമായിട്ടുണ്ടാക്കിയിട്ടുള്ള കെട്ടിടം എന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് കയറി വരാൻ ഒരു എൻട്രൻസും ഇല്ല. അപ്പോൾ ഒരു മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവരണമെങ്കിൽ ഒരു കെട്ടിടം പൊളിക്കണം. പൊളിച്ചാൽ നിരവധി രോഗികൾ താഴെ പോകും. അപ്പോൾ അവിടം പൊളിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം പ്രത്യേകമായ റാമ്പുണ്ടാക്കി കാഷ്വാലിറ്റിയുടെ അവിടുന്ന് രോഗികളെ കൊണ്ടുവരുന്ന റാമ്പുകൾ കൂടിയാണ് ഇന്നലെ അവസാനം ഹിറ്റാച്ചി കയറ്റി. അത് കയറ്റിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കവാടം 11-ാം വാർഡിലേക്ക് വരുമ്പോൾ അവിടെ വലിയ കമ്പിയാണ് മുകളിൽ നിൽക്കുന്നത്. അത് അറുത്ത് മാറ്റിയിട്ട് മാത്രമേ ഹിറ്റാച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നെ വാള് അവർ പോയി എടുത്തുകൊണ്ട് വന്ന് അത് അറുത്ത് മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഹിറ്റാച്ചി മുന്നോട്ട് പോകുന്നത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ഒപ്പം ചേരുന്നു. അഖിൽ, മന്ത്രി പറയുന്നത് കേട്ടാൽ തോന്നും ഹിറ്റാച്ചി രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉയരേണ്ടത് എന്ന്, അല്ലേ? കൃഷ്ണരാജ്, ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിന് പിന്നാലെ തന്നെ വലിയ തോതിലാണ് പ്രതിപക്ഷം സമരവുമായി രംഗത്ത് ഉള്ളത്. അപ്പോ ആ സമരം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ സർക്കാർ പ്രതിരോധത്തിലാകുന്നുമുണ്ട്. ഇന്ന് ബി.ജെ.പിയും കോൺഗ്രസും എല്ലാം തന്നെ വലിയ പ്രതിഷേധ സമരം സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് ആ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി കൂടിയായ വി.എൻ. വാസവൻ ഒരു ന്യായീകരണം നടത്തുന്നത്. ആ കുടുംബത്തിലേക്ക് പോകാത്തത് ബിന്ദു, അതായത് ബിന്ദുവിന്റെ ഭർത്താവ് രാവിലെ തന്നെ 2 മന്ത്രിമാർ ഇവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി വന്നു പോയി. ഒരാൾ പോലും തങ്ങൾ അരികിലേക്ക് വരികയോ അല്ലെങ്കിൽ തങ്ങളോട് ഒരു ആശ്വാസ വാക്ക് പറയുകയോ ചെയ്തില്ല എന്നൊരു പരാതി പറയുമ്പോഴാണ് വി.എൻ. വാസവൻ പറഞ്ഞത് ആ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. 3 തവണ അവരുമായി ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു. അവർ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ തന്നെ അത് പരിഹരിച്ചിരുന്നതാണ്. ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ആ ബോഡി വിട്ടു നൽകുന്നതിലേക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ അവിടെ ആ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത് എന്നതാണ് മന്ത്രി ഒരു ന്യായീകരണമായി ഉയർത്തുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. മന്ത്രി ഈ അപകടത്തെ ന്യായീകരിക്കുന്നുണ്ട്. ആ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം, അതുപോലെ തന്നെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായ രീതിയിൽ ആ നിർമ്മാണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആ കെട്ടിടത്തിലേക്ക് ഹിറ്റാച്ചി അടക്കമുള്ളവ ആ മണ്ണുമാന്തി യന്ത്രം അടക്കം എത്തിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായത് എന്നത് ഒരു ന്യായീകരണമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും നുണ കൊണ്ട് എത്ര കോട്ട കെട്ടിയാലും അതിലേക്ക് സത്യത്തിന്റെ വെളിച്ചം കടന്നു പോകുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ് കെട്ടിപ്പൊക്കിയ PR വർക്കിന്റെ ആ ഗോപുരമാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഓരോ കണ്ണുകളിലും തകർന്നു വീഴുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു നാട് മുഴുവൻ കോട്ടയത്തെ ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ആ മരണത്തിൽ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചതിൽ നിന്നും ഏറ്റവും വിചിത്രമായ രീതിയിലാണ് ഇപ്പോൾ ആ മന്ത്രിമാരുടെ പ്രതികരണം ഉണ്ടാകുന്നത്. ആരോഗ്യമന്ത്രിയാകട്ടെ ഇന്ന് പ്രതികരണം നടത്തുന്നതിലേക്ക് വേണ്ടി പോലും തയ്യാറാകുന്നില്ല. മന്ത്രി ഇപ്പോഴും വീട്ടിൽ തുടരുകയാണ്. ആരോഗ്യ പ്രശ്നം കാരണമാണ് വീട്ടിൽ തുടരുന്നതെന്നാണ് ആരോഗ്യമന്ത്രിയുമായുള്ള അടുത്ത വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാകട്ടെ വി.എൻ. വാസവനും തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരു പ്രതികരണം നടത്തിയത്. ആ മന്ത്രിമാരാരും തന്നെ തിരച്ചിൽ നിർത്തിവെക്കുന്നതിലേക്ക് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടില്ല. ബിന്ദുവിന്റെ ആ കുടുംബത്തിന് സർക്കാർ ഒപ്പമുണ്ട്, ധനസഹായം നൽകും. ബിന്ദുവിന്റെ വീട്ടിൽ ഒരാൾക്ക് ജോലി നൽകുന്ന കാര്യം പരിഗണിക്കും. ഇപ്പോൾ അടിയന്തര സഹായം എന്ന നിലയ്ക്ക് ഒരു 50,000 രൂപ മെഡിക്കൽ കോളേജിന്റെ ഫണ്ടിൽ നിന്നും ഇപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി നൽകുന്നുണ്ട്. എന്തായാലും സർക്കാർ ഒപ്പമുണ്ട് എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ആ മന്ത്രി പറഞ്ഞ ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രതികരണത്തിൽ നിന്നും വിഭിന്നമായ രീതിയിലേക്ക് തന്നെയാണ് മന്ത്രി പോകുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം മന്ത്രി ആദ്യഘട്ടത്തിൽ അവിടെ എത്തുമ്പോൾ ഈ അപകടം നടക്കുന്ന സമയത്താകട്ടെ മന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ തന്നെ ആ ജില്ലയിൽ അവലോകന യോഗം ചേരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആശുപത്രിയുടെ സൂപ്രണ്ട് അടക്കം
അവിടെ അവലോകന യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ അപകടത്തിന്റെ വാർത്ത കേട്ട് ഇവിടേക്ക് മന്ത്രിമാരെത്തുന്നത്. അതിനു പിന്നാലെയാണ് അവിടെ സൂപ്രണ്ട് എത്തുന്നത്. പക്ഷേ രാത്രിയോടുകൂടി തന്നെ സൂപ്രണ്ട് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. അത് മന്ത്രിയെ രക്ഷിക്കാനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും മന്ത്രി പറഞ്ഞതിനും വിചിത്രമായിട്ടാണ് സൂപ്രണ്ട് പറയുന്നത്. ഇന്ന് മന്ത്രി അതിലും വിചിത്രമായ രീതിയിലാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നത്. മന്ത്രി ആദ്യഘട്ടം മുതൽ പറയുന്നത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഇത് മാറ്റിവെക്കുന്നതിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ തിരച്ചിൽ ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. കോട്ടയത്തെ ഈ സംഭവത്തിൽ ഒരു തരത്തിലുമുള്ള വീഴ്ച മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. നടന്ന സംഭവം ദൗർഭാഗ്യകരമാണ്. തിരച്ചിൽ നിർത്തിവെക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. താനാണ് ഫയർഫോഴ്സിന്റെ ജില്ലാ ഓഫീസറെ വിളിച്ചു വരുത്തുന്നത്. താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ജില്ലാ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. ഹിറ്റാച്ചി കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഒരു കാലതാമസം മാത്രമാണ്. അതിനും അദ്ദേഹം പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കെട്ടിടം ഉണ്ടാക്കുമ്പോഴുള്ള അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് മാത്രമാണ് യന്ത്രത്തിന് കയറി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായത്. മറ്റു തരത്തിലുള്ള ഒരു വ്യാഖ്യാനത്തിനും പ്രസക്തിയില്ല, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. മെഡിക്കൽ കോളേജിനെ ആക്ഷേപിക്കാനുള്ള ശ്രമം അത് അവിടുത്തെ ചില MLA-മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയമാണ്. ഇവരെല്ലാം ഷോ കാണിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഷോ കാണിച്ച് പ്രക്ഷോഭക്കാർ ആളെ കൂട്ടാനാണ് ശ്രമിക്കുന്നത്. ഈ കെട്ടിടത്തിൽ 2013 ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത്, അതായത് UDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ കെട്ടിടം അപകടാവസ്ഥയിലായിരുന്നു എന്ന് PWD വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ അത് അല്ലെങ്കിൽ അതിന് ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായിരുന്നില്ല എന്ന ഒരു രാഷ്ട്രീയ വിമർശനം കൂടി ഇപ്പോൾ ഇവിടെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൂപ്രണ്ട് തിരച്ചിൽ വൈകിയെന്ന് സമ്മതിച്ചത് മന്ത്രിക്ക് കൃത്യമായി മറുപടി ഇല്ല അത് കാര്യത്തിൽ. കാരണം മന്ത്രി പറയുന്നതും സൂപ്രണ്ട് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസം തന്നെ ആ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ സൂപ്രണ്ട് പറഞ്ഞതൊക്കെ തന്നെ അവിടുത്തെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും. എന്തായാലും താൻ മനസ്സിലാക്കിയിടത്തോളം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലോ അല്ലെങ്കിൽ അവിടുത്തെ സാങ്കേതിക സംവിധാനങ്ങളിലോ ഒന്നും തന്നെ ഒരു പിഴവുണ്ടായിട്ടില്ല. മന്ത്രിമാർക്ക് ഒരു പിഴവും ഉണ്ടായിട്ടില്ല. പുര കത്തുന്ന സമയത്ത് വാഴ വെട്ടുന്ന രീതിയിലേക്കാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ, ചില പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് പോകുന്നതെന്ന ഒരു ആരോപണം കൂടിയാണ് ഈ ഘട്ടത്തിൽ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യനാകണമെന്ന് പലവട്ടം പാടി നടക്കുന്നവരുടെ മനുഷ്യത്വമില്ലാത്ത വാക്കുകൾ പോലും ഉണ്ടാകുന്നു എന്നതിന്റെ ഏറ്റവും തെളിവാണ് നേരത്തെ മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് സുശ്രുതൻ പറയുന്നുണ്ട്. കാരണം ഇവിടെ 2 മന്ത്രിമാരുണ്ടായിരുന്നു, ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു, മുഖ്യമന്ത്രി വന്നുപോയി, അവിടെ ഉണ്ടായിരുന്ന മറ്റു ആൾക്കാരൊക്കെയുണ്ട്, തങ്ങളുടെ കുടുംബത്തിനോട് ഒരു ആശ്വാസ വാക്ക് പറയാൻ പോലും ഒരാളും സമയം കണ്ടെത്തിയില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. പക്ഷെ ആ ആരോപണത്തിന് മന്ത്രിയുടെ ഒരു മറുപടി എന്ന് പറയുന്നത് താൻ ഇന്നലെ 3 തവണ ആ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. മൃതദേഹം ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലേക്ക് വേണ്ടിയും പോസ്റ്റ്മോർട്ടം ചെയ്ത് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ താനാണ് നേതൃത്വം നൽകിയതെന്ന ഒരു അവകാശവാദം മന്ത്രി നടത്തുന്നുണ്ട്. കാരണം ആരുമില്ലാത്തത് കൊണ്ടാണ്, ആ വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ടാണ് അവിടേക്ക് പോകാത്തത് എന്ന ഒരു ആരോപണം കൂടി ആ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രാഷ്ട്രീയമായ ഒരു ആരോപണത്തിലേക്ക് ഇപ്പോൾ മന്ത്രിയും എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. പക്ഷേ നാടൊന്നടങ്കം നാടിന് മനസ്സിലായിട്ടുണ്ട്, കേരളത്തിന് മനസ്സിലായിട്ടുണ്ട്, കേരളത്തിലെ ആരോഗ്യ മേഖല അത് സമ്പൂർണ്ണ പരാജയമാണ്, അത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് കേരളത്തിലെ പൊതുമനസാക്ഷിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെയും ആശുപത്രികളിലേക്ക് പോകുന്ന, അത് പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് പോയാലും, അത് താലൂക്ക് ആശുപത്രികളിലേക്ക് പോയാലും, ജില്ലാ ആശുപത്രികളിലേക്ക് പോയാലും, അതിന് മുകളിൽ മെഡിക്കൽ കോളേജിലേക്കും പോകുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. അവർക്ക് മനസ്സിലാകുന്നുണ്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഈ പറയുന്നത് അത്രയും പൊള്ളത്തരമാണ്, അത് കള്ളമാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലാകുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ കൊണ്ട് അത് വ്യക്തമാക്കുന്നുണ്ട്. കൃഷ്ണരാജ്, എന്തായാലും ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ ഇപ്പോൾ മൗനത്തിലാണ്. കാരണം മന്ത്രി ഇന്നലെ പറഞ്ഞതും മന്ത്രി ഇന്നലെ കാട്ടിയതുമെല്ലാം തന്നെ മന്ത്രിക്ക് തന്നെ വിനയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം മന്ത്രി സൂപ്രണ്ടിന്റെ വാക്കുകേട്ട് അല്ലെങ്കിൽ മന്ത്രി അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വാക്കുകേട്ട് പറഞ്ഞതെല്ലാം തന്നെ അവിടുത്തെ തിരച്ചിലിനെ വൈകിപ്പിക്കുന്നതിന് കാരണമായി എന്നത് അവിടുത്തെ അപകടം നടക്കുന്ന സമയത്തും അവിടെ കിറ്റാച്ചി വരുന്ന സമയത്തിന്റെയും ആ വ്യത്യാസം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതിനുശേഷം അവിടെ ഫയർഫോഴ്സ് സംഘം എത്തുന്നതും അതുപോലെ തന്നെ അവിടുത്തെ മറ്റു സാങ്കേതിക സംവിധാനത്തിലേക്ക് പോകുന്ന കാര്യങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടായ കാലതാമസം, അത് നടന്ന സമയങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും
മന്ത്രി ഈ കാര്യത്തിൽ എത്ര ന്യായീകരിക്കാൻ നിന്നാലും സഹപ്രവർത്തക എന്ന നിലയിൽ ആരോഗ്യമന്ത്രി ധാർമ്മികത കൊണ്ട് രാജിവെക്കണമെന്ന് പോലും ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് മന്ത്രി പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് ധാർമ്മികത കൊണ്ട് രാജിവെക്കാൻ കഴിയുമോ എന്നതാണ് മറുചോദ്യമായി മന്ത്രി ചോദിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ എന്തായാലും മന്ത്രിയുടെ രാജി ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചന നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രധാനമായും കോട്ടയത്തെ ഈ അപകടം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ കോട്ടയത്ത് ഈ അപകടത്തിന് പിന്നാലെ മന്ത്രിയെ മാറ്റുന്ന കാര്യമടക്കം നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു മന്ത്രി മാറ്റം ഉണ്ടാകണമോ എന്നുള്ള കാര്യം CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ചർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹാരിസ് ഡോക്ടർക്കുണ്ടായ ഉയർത്തിയ ആരോപണങ്ങളും അതുപോലെ തന്നെ മറ്റ് ഗവർണർ വിഷയത്തിലുള്ള കാര്യവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയുണ്ടാകാൻ സാധ്യതയുണ്ട്. കൃഷ്ണരാജ്.